അപർണയ്ക്ക് അത്യാവശ്യമായി തന്നെ കാണണമെന്നും അതുകൊണ്ട് അവളെ കാണാനായി താൻ പോവുകയാണെന്നും മീനാക്ഷിയോട് നിഖിൽ പോകാൻ ഒരുങ്ങുമ്പോൾ തടയുന്ന മീനാക്ഷി. ഒടുവിൽ മീനാക്ഷിയുടെ എതിർപ്പിനെ മറികടന്ന് നിഖിൽ പോകുന്നു. അപർണയും ട്രീസയും നിഖിലും ട്രീസയുടെ വീട്ടിൽ ഒത്തുകൂടുന്നു. താനിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും അതുകൊണ്ട് തന്നെ സഹായിക്കണമെന്നും നിഖിലിനോട് അപർണ. മുൻപൊരു കുറ്റം ചെയ്തപ്പോൾ വിശാഖ് സുബ്രഹ്മണ്യത്തിന് താൻ ജാമ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നും അവനിപ്പോൾ കർണാടക പോലീസ് തിരയുന്ന ഒരു കുറ്റവാളിയാണെന്നും നിഖിലിനോട് ട്രീസ. വിശാഖ് ഇപ്പോൾ നിഖിലിന്റെ ഹോട്ടലിലുണ്ടെന്നും ജൂഡിന്റെ കൊലപാതകവുമായി ബന്ധപ്പെടുത്തി വിശാഖിനെ തന്റെ നേരെ തിരിക്കുകയാണെന്നും അതുകൊണ്ട് വിശാഖിന്റെ സുഹൃത്ത് എന്ന നിലയിൽ അവനോട് സംസാരിച്ച് ബാംഗ്ലൂരിലേക്ക് തിരിച്ചയക്കണമെന്നും നിഖിലിനോട് ട്രീസയുടെ തന്ത്രം വിജയിക്കുന്നു. നിഖിലിന്റെ ഹോട്ടൽ റെയ്ഡ് ചെയ്യിക്കാൻ നന്ദനെ വിളിച്ചു പറയുന്ന ട്രീസ. നന്ദൻ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു പറയുന്നു. വിശാഖിനെ തിരഞ്ഞു വരുന്ന നിഖിലിനോട് അവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറയുന്ന വിശാഖ്. തുടർന്ന് കാണുക. നിന്റെ പേരിൽ ഒരു വാറണ്ടുണ്ടല്ലേ? കർണാടക പോലീസ് അന്വേഷണം നടക്കുന്ന ഒരു പ്രതിയാണല്ലേ നീ? നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞു. നിന്റെ ഡീറ്റെയിൽസ് വെച്ച് പോലീസുകാർ 2 പ്രാവശ്യം എന്നെ അന്വേഷിച്ചു വന്നു. ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. ശ്യാമിന് നിന്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞുകൂടായിരുന്നു. നീ എന്തിനാ പോലീസിനോടൊക്കെ എൻ്റെ പേര് പറയാൻ പോയേ? പിന്നെ അവർ ചോദിച്ചാൽ ഞാൻ പറയണ്ടേ? പറയാതെ എങ്ങനെയാ? അവരെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ചോദിക്കാൻ വന്ന ബുൾഷിറ്റ്. നീ എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്. വിശാഖ്, നീ അപകടത്തിലേക്കാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോലീസിനെ പേടിച്ച് എത്ര നാൾ താമസിക്കാന്നാ നിന്റെ വിചാരം? നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നിന്റെ ഹോട്ടലായതാണോ പ്രശ്നം? ഞാൻ ഇറങ്ങിയേക്കാം. എനിക്കൊരു ഡിസ്കൗണ്ടും വേണ്ട. നിന്റെ പേരിലുള്ള ഒരു ഫേവേഴ്സും എനിക്ക് വേണ്ട. അതല്ല ഞാനിവിടെ നീ അറിയാതെ താമസിച്ചത്. ബട്ട് ഇത് റിസ്ക് ആണ്. പോലീസുകാർ നിന്റെ കാര്യത്തിൽ അത്രയും അലേർട്ടാണ്. റിസ്ക് ആണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. എനിക്ക് അങ്ങനെ ഈ സിറ്റി വിട്ട് പോകാൻ പറ്റില്ല നിഖിൽ. അഡ്വക്കേറ്റ് ട്രീസ, നിന്റെ ഫാമിലി ഫ്രണ്ട് ഇല്ലേ? അവർക്ക് മാത്രമേ എന്നെ ഇനി പ്രശ്നത്തിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് എവിടെ നിൽക്കുന്നത്. അവരിപ്പോൾ ഡൽഹിയില്ല. ബട്ട് നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഒട്ടും നല്ലതല്ല വിശാഖ്. നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. നിഖിൽ, തുറക്കണ്ട. പേടിക്കണ്ട, റൂം സർവീസിനാ. നിനക്കുള്ള ഫേവറേറ്റ് ഡിഷസ് ഞാൻ റൂം സർവീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശാഖ് സുബ്രഹ്മണ്യം ഇയാളാണോ? അതെ. വിളിക്ക്. നീ എന്നെ ചീറ്റ് ചെയ്തല്ലേ? ഞാനൊന്നും ചെയ്തില്ല. നോ, നീ എന്നെ ചീറ്റ് ചെയ്തു. അതെ, നീ വരണം. വാ. സാറേ, എനിക്ക് എൻ്റെ ഫോൺ എടുക്കണം. ഫോണൊക്കെ അവിടെ ഇരിക്കും. നീ വാ വാ വാ. സർ, ഞാനും. താൻ കൂടെ കയറ്. വണ്ടി എടുത്ത് വന്നാൽ മതി. ആ നന്ദൻ എന്തായി? അവരെ കൊണ്ടുപോയിട്ടുണ്ട് മാഡം. രണ്ടുപേരെയും? രണ്ടുപേരെയും. എങ്ങോട്ടേക്കാ? ലോക്കൽ സ്റ്റേഷനിലേക്കാ. ആ ശ്രീറാമുണ്ടോ കൂടെ? ഇല്ല, ആ സുരേഷ, അയാളുടെ കൂടെ കാണുന്ന ഓഫീസറില്ലേ? എല്ലാ ഡെവലപ്മെന്റ്സും എന്നെ ഒന്ന് കൃത്യമായിട്ട് അറിയിക്കണം. ഇത്തിരി റിസ്ക് ഉണ്ട് ഈ ഓപ്പറേഷനിൽ, അതുകൊണ്ടാ. ശരി മാഡം. ഓക്കെ ഓക്കെ മാഡം. അപ്പോ ആ കുക്കർ ഒന്ന് ഓഫ് ചെയ്തേ. വിശാഖ് സുബ്രഹ്മണ്യം, നിഖിൽ മേനോൻ, ബാംഗ്ലൂർ ഫ്രണ്ട്സ് അല്ലേ? എന്നാലും എൻ്റെ ചെറുക്ക മോനെ, നീയാള് കിടുവാ കേട്ടോ. 10 പൈസയ്ക്ക് മുടയും ചാടയും കൂടി നിൽക്കുമായിരുന്നു എനിക്ക്. നീ എൻ്റെ പത്തിയൊന്നും മടക്കി. നിന്നെ അന്വേഷിച്ച് ഞാൻ ആ ഹോട്ടലിൽ വന്നതല്ലേ. നിന്നെ ഒഴിച്ച് എല്ലാവരെയും കണ്ടു. ദാ ഇവനെ കണ്ടു, മീനാക്ഷിയെ കണ്ടു, ഇവൻ്റെ അച്ഛനെയും കണ്ടു, സകല സ്റ്റാഫിനെയും കണ്ടു,
ഡയലോഗും അടിച്ചു. നീ എന്റെ മൂക്കിന്റെ തുമ്പത്തൊട്ടായിട്ട് ഞാൻ പക്ഷെ അറിഞ്ഞില്ലല്ലോ. കഷ്ടം. കർണാടകത്തിൽ നിന്ന് വന്ന് കേരള പോലീസിനിട്ട് പണിയല്ലേ. നീങ്ങി വാ. നീ എന്നാ ഇവിടെ വന്നത്? ഞാൻ 2 ആഴ്ചയായി. ഇവനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതല്ലേ? ആ അതെ. സർ അല്ലേ സർ, ഞാൻ ഇവിടെ ഇവനെ ആക്സിഡന്റിൽ കണ്ടതാ. ദേ ഇവിടെ വെച്ച്. എല്ലാം ഒരു ആക്സിഡന്റ് അല്ലേ മോനെ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനെയും എനിക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പൊക്കാൻ പറ്റുമായിരുന്നോ? സർ പക്ഷേ സുരേഷേ, യെസ് സർ. നമ്മുടെ നിഖിൽ മോൻ അപ്പുറത്തോട് നിർത്ത്. ഒരു വടയും ചായ വാങ്ങിച്ചു കൊടുക്ക്. ഞാൻ നമ്മുടെ പുതിയ കൊച്ചിനുമായിട്ട് ഇച്ചിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കട്ടെ. സർ വാ വാ സാറേ. വാ വാ നടക്കടാ. വിശാഖ് മോനെ, നിന്റെ പേരിൽ എന്തൊക്കെയാ കേസ്? നിന്നെ കണ്ട അത്ര വലിയ പെശകലുക്കൊന്നുമില്ലല്ലോ. ക്രിമിനൽ ഭാവം അത്ര പോരാ. ഞാൻ ക്രിമിനലൊന്നുമല്ല. പിന്നെന്താടാ കർണാടക പോലീസിന് നിന്നോട് ഇത്ര പ്രേമം? നിന്നെ കാണാണ്ട് ഉറക്കം വരാഞ്ഞ് പായും തലേണമായിട്ട് ചില ചേട്ടന്മാരോടൊന്ന് കിടപ്പുണ്ടല്ലോ. അതൊരു ചെറിയ കേസാണ് സാറേ. ഒരു അടിപിടി കേസ്. ഒരു ബിയർ കുപ്പി പൊട്ടിച്ചപ്പോൾ ഒരുത്തൻ്റെ പള്ളക്ക് കയറി. ഓ, കൊള്ളാമല്ലോ. ദേ സാറേ, ഒരുത്തന്നെ 4-5 ദിവസം കയ്യാലപ്പുറത്ത് ICU കിടത്തിട്ട് അവൻ പറയുന്നത് കേട്ടോ, പറ്റിപ്പോയതാന്ന്. നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥലം എവിടാ? ഇവിടെ? ഇപ്പം ഇവിടെ പ്രോപ്പർട്ടി ഒന്നുമില്ല. ട്രിവാൻഡ്രത്തായിരുന്നു. നിന്റെ പേരിൽ എന്തുവാ പിന്നെ ഒരു കൊക്കൈൻ കേസ്? അതൊന്നുമില്ല. അത് ഇതുപോലെ തന്നെ ചാടി കൊടുത്തതാ. ആ, നീ കൊള്ളാമല്ലോ. കൊക്കൈൻ കേസിൽ ചെന്ന് ചാടിക്കൊടുത്തു. ബീർ കുപ്പി പൊട്ടിച്ചപ്പോ അറിയാണ്ടാരുടെയോ പള്ളക്ക് കയറി. പാവം. നീ എന്തൊക്കെയാ ഈ കൊച്ചു പ്രായത്തിൽ അനുഭവിക്കുന്നേ? വേഷം കെട്ട് കാണിക്കുന്നോടാ. അടിച്ചിരട്ടി കുഴമ്പ് രൂപത്തിലാക്കി ഞാൻ. ഭിത്തി തേക്കാനുള്ള പശ കാണത്തില്ല ബാക്കി. സാറേ ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞൊക്കെ ഫാക്റ്റാ. കേസ് ഉണ്ടായിപ്പോയി, അത് സത്യമാ. നിനക്ക് അഡ്വക്കേറ്റ് ട്രീസ സേവ്യറെ എത്ര കാലമായിട്ട് അറിയാം? 3 വർഷമായി സാർ. കുത്തുകേസിൽ അവരെ എനിക്ക് ബെയിൽ മേടിച്ചു തന്നു. പിന്നെ ഇപ്പോൾ നിഖിലിന്റെ റിസപ്ഷനും കണ്ടു. അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നീ മിടുക്കനാ മോനെ. നിന്റെ അച്ഛൻ സുബ്രഹ്മണ്യ അയ്യർ ഭാര്യ ലക്ഷ്മിയുടെ കൈയും പിടിച്ച് രാഖി രാമാനം ബാംഗ്ലൂരിൽ പോയ കഥ നിനക്കറിയാമോ? ഇൻഫോസിസിൽ 6 ശമ്പളത്തിന് പണി കിട്ടിയിട്ടല്ല മണിച്ചാമി കേരളം വിട്ടത്. പിന്നെ നിന്റെ ബാംഗ്ലൂരിലെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് സോനാക്ഷി ഇപ്പം നിന്നെ വിളിക്കുന്നില്ലല്ലോ. കാര്യം എന്താ? അവൾ ഇപ്പൊ കണ്ടൊരു UK കാരൻ കൊച്ചനുമായിട്ട് കൊളുത്തിപ്പിടിച്ച ഡേറ്റിങ്ങാ. നിനക്കറിയാൻ മേലാത്ത നിന്റെ രഹസ്യങ്ങൾ പോലും ഞാൻ അറിഞ്ഞെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ അച്ഛൻ്റെയും ലേറ്റസ്റ്റ് കാമുകിക്കിടയിലെ നീ പറയാതെ വിട്ട സകല കഥകളും എനിക്കറിയാം. പക്ഷേ നിന്നെ കൊണ്ട് തന്നെ ഞാനത് പറയിപ്പിക്കും. നീ പറഞ്ഞു തന്നെ എനിക്കത് കേൾക്കണം. നീ ഒന്ന് റെഡിയായിരുന്നോ? ഞാൻ ആ നിഖിൽ മേനോനെ ഒരു ടാറ്റ കൊടുത്തിട്ട് വരാം. സുരേഷേ, സർ. കർണാടക പോലീസിന്റെ ആവശ്യം കഴിഞ്ഞ് ഇവനെങ്കിൽ വാങ്ങിച്ചേക്കണം. അവർക്കല്ല ഇവനെ ആവശ്യം, ശരിക്കും നമുക്കാ. ആ ട്രീസ വക്കീല് പറഞ്ഞിട്ടല്ലടാ നീ ഇവിടെ വന്നത്? അല്ല സർ. ഓ, നീ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നതാണ്. അതിന്റെ ഡേറ്റ് ആയില്ലല്ലോ സാറേ. ഇവൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നതാ. നീ പൊങ്കാലയ്ക്ക് വന്നതാ? പൊങ്കാല മാത്രമല്ലടാ, നീ കുത്തിയോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാ? എല്ലാം കാണിച്ച് പഠിപ്പിച്ച് അപ്പിയെ വിടുകയുള്ളൂ കേട്ടാ. വാ. നിഖിൽ മേനോൻ സർ. വടയും ചായയും കുടിച്ചാ? സർ സത്യമായിട്ടും അവനെ ഞാൻ ഇപ്പോഴാണ് സർ കാണുന്നത്. അവൻ ഇവിടെയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് നിന്നെ സംശയവുമില്ല. പക്ഷേ ഒന്ന് സംശയിച്ചാലും ആർക്കും കുറ്റം പറയാനും പറ്റത്തില്ല. നിന്റെ ഹോട്ടലിൽ വെച്ചാ അവനെ പോക്കുന്നേ. നിന്റെ ഫ്രണ്ടാണ് അവൻ. പിടിച്ചപ്പോ നീ അവനുമായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആരും സംശയിച്ചു പോവും. സർ പക്ഷേ നിന്നെ എനിക്ക് വിശ്വാസം.
നിന്നെ എനിക്ക് ഒരു ഡൗട്ടുമില്ല. നീ വിട്ടോ, വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. പേടിച്ചിട്ട് ഉറക്കം കളയല്ലേ. പൊക്കോ. സർ, എനിക്ക് പോകാം. ആ വിട്ടോ. താങ്ക് യു സർ. താങ്ക് യു സർ. സാർ, അവനെ വിട്ടാൽ എങ്ങനെ സാർ? ഓട്ടടോ, അവനെ നമുക്ക് വിട്ടുപിടിക്കാം. എവിടം വരെ പോകുന്നറിയട്ടെ. വാ. സാർ, മീനാക്ഷി കുറെ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഞാൻ എടുത്തില്ല. എടുക്കണോ ട്രീസേച്ചി? വേണ്ട, എൻ്റെ ഫോണിൽ 2 മിസ് കോൾ വന്നിട്ടുണ്ട്. നീ ഇപ്പം വിളിക്കണ്ട. ഇപ്പം വിളിക്കണ്ട, ഞാൻ അവളെ വിളിച്ചോളാം. മീനാക്ഷിക്ക് വലിയ പ്രശ്നമായി കാണും. അവളെ വിഷമവും ദേഷ്യമൊക്കെ കാരണം വല്ലാത്തൊരു മൂഡിലായിരിക്കും. അവളുടെ വിഷമമൊന്നും നീ ഇപ്പം കാര്യമാക്കണ്ട. ഇപ്പം നീ പറയുന്നതൊക്കെ നിഖിൽ കേൾക്കുന്നുണ്ട്. നിനക്കാണെങ്കിൽ നിഖിലിൻ്റെ മേളിലൊരു കൺട്രോളും ഉണ്ട്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. മീനാക്ഷിയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി നിന്നാൽ മാത്രമേ അവൾ നമ്മുടെ വഴിക്ക് വരൂ. നിന്റെ ശരിക്കുമുള്ള അച്ഛനാരെന്ന് പോലും നിന്നെ അറിയിക്കാതെ നിന്നെ ഒറ്റപ്പെടുത്തിയവരാ നിന്റെ അമ്മയും നിന്റെ അമ്മാവനും ഒക്കെ. അവരുടെ കൂടെ നിൽക്കുന്നതാ മീനാക്ഷി. അവർ ശരിയാണെന്നും അവൾ വിചാരിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് ഒരു സെന്റിമെന്റ്സിന്റെ ആവശ്യവും നിനക്കില്ല. അവളെ ഞാൻ വിളിച്ചോളാം. ഹലോ. മീനാക്ഷി, എന്തു പറ്റി? കുറെ മിസ് കോളൊക്കെ ഉണ്ടല്ലോ. ഞാനേ കിച്ചണിലായിരുന്നു, അതാ ശ്രദ്ധിക്കാഞ്ഞ്. ഞാൻ നിഖിലിനെ കുറെ നേരമായിട്ട് ട്രൈ ചെയ്യാ. അപ്പുവിനെയും വിളിച്ചു, രണ്ടുപേരെയും കിട്ടുന്നില്ല. ട്രീസേച്ചിക്ക് അറിയോ അവരെവിടാന്ന്? അവർ കുറെ മുമ്പേ പോയതാണല്ലോ. അങ്ങ് എത്തിയില്ലേ? ഇല്ല. അപ്പുവിനെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ അവിടെ കയറി കാണും. അതായിരിക്കും ലേറ്റ് ആവുന്നേ. മീനാക്ഷി എവിടെയാ? ഞാനിവിടെ വല്യച്ഛൻ്റെ വീട്ടിലാ. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണേ. എന്തു പറ്റി വല്യച്ഛൻ്റെ വീട്ടില്? ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിനിടയിലാ പെട്ടെന്ന് അപ്പുവിൻ്റെ ഫോൺ വന്ന് നിഖിലങ്ങ് പോയത്. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അവരിപ്പോ അങ്ങ് എത്തും, നീ പേടിക്കണ്ട. ശരി. ട്രീസി എന്താ മോളെ പറഞ്ഞത്? നിഖിൽ അപ്പുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുവന്നു. ഹോസ്പിറ്റലില്? അവള് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. റൂട്ടീൻ ചെക്കപ്പ് എന്നാ പറഞ്ഞേക്കുന്നത്. അവൾ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പൊക്കോട്ടെ. എന്തിനാ നിഖിലിനെ വിളിച്ചോണ്ട് പോകുന്നേ? അവൾക്കിപ്പോ എല്ലാം ട്രീസയല്ലേ. ട്രീസ തീരുമാനിക്കും, അവളതനുസരിച്ച് തുള്ളൂ. എന്നാലും നീ വിളിച്ചിട്ട് എടുക്കാത്ത വലിയ കഷ്ടമാണ്. ഞാൻ രണ്ടുപേരും വിളിച്ചതാ വിളിച്ച, എടുക്കണ്ടേ? നീ വിഷമിക്കാതെ മോളെ, നിനക്ക് വീട്ടിലേക്ക് പൊയ്ക്കൂടെ? അവിടെ മുകുന്ദേട്ടനുണ്ടല്ലോ. നിഖിലില്ലാതെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് എന്തോ എനിക്കിപ്പോഴും പേടിയാ. നിഖിലിന്റെ അച്ഛനും അമ്മയും എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല വല്യമ്മേ. നിഖിലില്ലാതെ ഒട്ടും ഞാൻ കംഫർട്ടബിൾ അല്ല അവിടെ. നിഖിലിന്റെ കൂടെ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോയാ മതി. പിന്നെ മീനാക്ഷി അവിടെ കാത്തിരിക്കുമല്ലേ. എന്തായി നിഖിൽ? ഞാനിവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നാ. വിശാഖിനെ അവർ അറസ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓക്കെ. അത് നീ പ്രശ്നമാക്കണ്ട. ഐ വിൽ മാനേജ്. നിനക്ക് പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ? ഇല്ല. പക്ഷെ എന്നോട് നാളെ രാവിലെ വീണ്ടും ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു.
ഇത് പ്രശ്നമാവോ ട്രീസേച്ചി? ഏയ്, നിനക്കൊരു പ്രശ്നവും വരില്ല. ഇത് നിന്നെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. നീ പുറത്തിറങ്ങിയോ? ആ, ഇറങ്ങി. നിന്നോട് മോശമായിട്ടൊന്നും അവർ പെരുമാറിയില്ലല്ലോ? എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു, അതൊക്കെ പറഞ്ഞു. തൽക്കാലം പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാലും അവർക്ക് എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഓക്കെ, അതോർത്ത് പറയേണ്ട. നിനക്കെതിരെ അങ്ങനെ എന്തെങ്കിലും അലിഗേഷൻസ് വന്നാൽ അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ നീ എവിടെ എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. അപ്പം നീ ഇങ്ങോട്ട് പോന്നേക്ക്. ദേ അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവളിവിടെ ആകെ വറീഡായിട്ടിരിക്കുക. നീ പോയപ്പോൾ മുതലുള്ള ടെൻഷനാ. അവക്കാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിലെ ചെക്കപ്പ് ഡേറ്റാ. നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒന്ന് അവളെ ഡ്രോപ്പ് ചെയ്യുമോ? എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് കുറച്ച് പണിയുണ്ടായിരുന്നു. ശരി ചേച്ചി. ശരി. നിഖിലേട്ടന് പ്രശ്നമൊന്നുമില്ലല്ലോ? ഏയ്, അവനിപ്പോൾ ഇങ്ങെത്തും. നീ പോകുന്ന വഴിക്ക് ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോണേ. അതിന്ന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ട്രീസേച്ചി. സാരമില്ല, നിഖിലുണ്ടല്ലോ കൂടെ. നിഖിലിന്റെ കൂടെ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. പിന്നെ മീനാക്ഷി അവിടെ കാത്തിരിക്കുമല്ലേ? നിന്നോട് ഞാനിപ്പോ എത്ര തവണ പറഞ്ഞു ഹെൽത്തിന്റെ കാര്യം ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കണമെന്ന്? അതുഴപ്പല്ലേ? ഞാൻ പറയുന്ന വല്ലോ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചെല്ല്, ഭക്ഷണം എടുത്തു വെക്ക്. നിനക്ക് ഇറങ്ങേണ്ടതല്ലേ? നന്ദൻ. ഹലോ മാഡം. നിഖിലിനെ വിട്ടുവല്ലേ? അവനിപ്പോ വിളിച്ചിരുന്നു. തൽക്കാലത്തേക്ക് വിട്ടതാ. എന്താ അവരുടെ ഇന്റൻഷൻ എന്നറിയില്ല. ചിലപ്പോൾ അവന്റെ ലൈഫ് ഇതോടെ കുരുങ്ങിപ്പോവാനും മതി. അതൊന്നും സാരമില്ല. ആ ബാംഗ്ലൂർ കേസ് എന്തായാലും ഞാൻ ഏറ്റെടുത്തതല്ലേ, അത് ഞാൻ ഫോളോ ചെയ്തോളാം. എന്തായാലും ആ ശ്രീറാമൻ എൻ്റെ നേരെയുള്ള കുതിര കയറലൊന്നും കുറയല്ലോ. നന്ദൻ അതൊന്നും മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ വിളിക്കാം. ശരി മാഡം. ട്രീസേച്ചി, ഭക്ഷണം എടുത്തു വെച്ചു. ആ, അപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല. മെന്റൽ സ്ട്രെയിൻ അധികം പാടില്ല എന്ന് പറഞ്ഞു. അത് സത്യമാ. നീ ഈ ടെൻഷൻസൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെക്കണം. നിന്നെക്കൊണ്ട് പറ്റും. നീ വിചാരിച്ചാൽ മാത്രം മതി. മീനാക്ഷി വീട്ടിൽ പോയി കാണും. പിണങ്ങിയിരിക്കായിരിക്കും. അവള് വിളിച്ചപ്പോഴൊന്നും ഞാൻ റിപ്ലൈ ചെയ്തില്ല. ഞാനിവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. നിന്നെ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. ഇനി അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. നിഖിലേട്ടൻ നേരെ വീട്ടിലേക്ക് വെക്കോ. അവളോട് പറ എൻ്റെ ഒരു ആവശ്യമായിരുന്നു എന്ന്. അവൾക്കത് മനസ്സിലാവും. എന്നെ അവൾക്ക് അങ്ങനെ മനസ്സിൽ നിന്ന് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ട്രീസേച്ചി പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പോയ കാര്യമൊന്നും പറയണ്ട കേട്ടോ. ഏയ്, അതൊന്നും ഞാൻ പറയില്ല. അയ്യോ, ദേ മീനാക്ഷി. മീനു? എന്ത് ലീഗൽ റൈറ്റാ നിങ്ങൾ തമ്മിൽ? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാതെ ഇവിടെ പലർക്കും പ്രഗ്നന്റ് ആവാം. മീനാക്ഷി, നീ എന്ത് ഇവിടെ? ഇന്ന് പകൽ 11 മണിക്ക് എന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ വിട്ടിട്ട് പോയതല്ലേ നിഖിൽ? ഞാൻ ചത്തോ ജീവിച്ചോ എന്നൊന്നും വിളിച്ചന്വേഷിച്ചോ നിഖിൽ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. ഒന്നുകിൽ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ നോ റിപ്ലൈ. ഒരു സ്ട്രീറ്റ് ഡോഗിന് കൊടുക്കുന്ന മര്യാദ പോലും കൂടെ താമസിക്കുന്ന പെണ്ണിന് തരാത്തതേ വലിയ കഷ്ടമാ.
അത്രയ്ക്ക് പെയിൻഫുള്ളാ. മീനാക്ഷി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വീട്ടിലേക്ക് പോയിക്കോളാൻ. ഇതൊരു അത്യാവശ്യ കാര്യമോ ലേറ്റ് ആവുമെന്ന് പറഞ്ഞതല്ലേ. ഹോ, ഞാൻ വീട്ടിൽ പോയി കഥവും പൂട്ടിയിരുന്നാലേ സൗകര്യമായല്ലോ. വേറെ പലർക്കും കൊടുക്കുന്ന കെയറും കൺസേണും എനിക്ക് കാണേണ്ടി വരില്ലല്ലോ, അല്ലേ? മീനാക്ഷി, നീ ഇങ്ങനെ വയലന്റ് ആവാതെ. നിഖിലേട്ടൻ എനിക്ക് വേണ്ടിയല്ലേ ചെയ്തത്, വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ. ഞാൻ നിന്നോടൊന്നും സംസാരിച്ചില്ല. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കുകയും വേണ്ട. ഓ, ഇത്ര വലിയ അധികാരം കാണിക്കാൻ, ടേംസും കണ്ടീഷൻസും ഒക്കെ വെക്കാൻ എന്ത് ലീഗൽ റൈറ്റാ നിങ്ങൾ തമ്മിൽ? കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. കല്യാണം കഴിക്കാതെ ഇവിടെ പലർക്കും പ്രഗ്നന്റ് ആവാം. അതിന് ടേംസും വേണ്ട, കണ്ടീഷൻസും വേണ്ട, അല്ലേ? നിഖിൽ, നിങ്ങൾ വരുന്നുണ്ടോ? ഇത്രയും നേരം ഞാൻ നിഖിലിന് വേണ്ടിയാ വെയിറ്റ് ചെയ്തേ. വാങ്ങിക്കോട്ടെ വലിയമേ, ഞങ്ങൾ ഇറങ്ങാം. നിഖിലേട്ടാ, മറ്റേ മെഡിസിൻസ് കിട്ടിയില്ല. ഒന്ന് വാങ്ങി തരണേ, നാളെ മതി. ബൈ. ആ, എന്തുണ്ട്, സുഖമല്ലേ? ആ, ട്രിസേച്ചി, ചേച്ചി ഒരു സംഭവം തന്നെയാട്ടോ. ടെസ്റ്റ് ഡോസിന് തന്നെ ഭീകര റിസൾട്ടാ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരിട്ട് പറയാം. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. എന്താ മഹിയേട്ടാ പ്രശ്നം? വല്ലാത്തൊരു ടെൻഷൻ. മോളൂനെ കൂടെ കൊണ്ടുവരണമെന്ന് അയാൾ പറഞ്ഞപ്പോൾ തുടങ്ങിയതാ. ശ്രീറാം സാറ് നേരിട്ട് വിളിച്ച് പറഞ്ഞോണ്ടല്ലേ? സൈൻ ചെയ്യാൻ അയാളുടെ ഓഫീസ് വരെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോഴാണ്. ലോക്കൽ സ്റ്റേഷനിലല്ലേ പൊക്കോണ്ടിരുന്നത്. മഹിയേട്ടൻ ഇങ്ങനെ പേടിക്കാതെ. പേടിയല്ല, മോളൂനെയും കൊണ്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാല് എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു.